പ്രൈസ് ദി ലോർഡ്. അടുത്തതായി ജൂയിഷ് കലണ്ടർ. ഓക്കെ, ബൈബിളിലെ സമയത്തെ ജൂയിഷ് കലണ്ടർ. ഇത് ഞാൻ ഏതോ ഒരു ബുക്കിൽ നിന്ന് എടുത്ത, ഏത് ബുക്കാണെന്നുള്ള മറന്നുപോയി. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, ഇൻസൈഡിൽ നമ്മുടെ ഇതെന്തോ നമ്മുടെ കലണ്ടർ, അത് കഴിഞ്ഞ് ഔട്ട് സൈഡിൽ അവരുടെ കലണ്ടർ, പിന്നെ ഈ ഔട്ട് സൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഒന്ന് ലാറ്റർ റെയിൻ ഇവിടെ കാണാം. ലാറ്റർ റെയിൻ, ഈ കാണുന്ന സ്ഥലം ലാറ്റർ റെയിൻ. ഇവിടെ ഫസ്റ്റ് റെയിൻ, മുൻമഴയും പിന്മഴയും. മുൻമഴ നമ്മുടെ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യത്തേക്ക് ആദ്യത്തെ 2-3 ഇത് വരും, മഴ പെയ്യും, 2 ദിവസം മഴ പെയ്യും. അപ്പോൾ അവരെ കിളച്ചിടും, പ്ലവ് ചെയ്തിടും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തൊട്ട് അങ്ങോട്ട് മഴയാണ്. ഇത് വിൻ്ററാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നോക്കുക, ഡിസംബർ സമയമാകുമ്പം ഇവിടെ വിൻ്ററാണ്, മഴയും ഇതൊക്കെയുള്ള. അത് കഴിഞ്ഞ് ആദ്യം അവർ ഫ്ലാക്സിൻ്റെ ഇത് വരും. അതിന് മുമ്പേ ബാർലി ഇവിടെ വരും, ബാർലി ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പാസ് ഓവർ, പിന്നെ അൺലീവൻ ബ്രെഡ്, ഫസ്റ്റ് ആദ്യബല, പിന്നെ പെൻറ്റക്കോസ്. പിന്നെ പെൻറ്റക്കോസ് കഴിയുമ്പോഴത്തേക്ക് മഴ നിൽക്കും. ഈ പിന്മഴയെന്ന് പറഞ്ഞ് ഒന്ന് വന്നു കഴിഞ്ഞ് അത് പിന്നെ അവസാനം ഇതിന് മുമ്പ് ഈ ഹാർവെസ്റ്റ് പെൻറ്റക്കോസ് കഴിയുമ്പം ഒന്ന് വന്ന് നിൽക്കുക. പിന്നെ കൊടും ചൂടാണ്. അത് കഴിഞ്ഞ് റോഷ് ഹഷാന. ഈ റോഷ് ഹഷാനയിലാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റ് ആൾക്കാരല്ല, ക്രിസ്ത്യാനികളല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഒരു കളനെ പോലെ വരും എന്നുള്ള ഇതാണ്. പക്ഷേ യഹൂദന്മാരുടെ അവരുടെ ആഗ്രഹവും അവർ വിശ്വസിക്കുന്നതും ഈ റോഷ് ഹഷാന തന്നെ ആയിരിക്കണം. ഇതെൻ്റെ അഭിപ്രായമാണ്. ഈ റോഷ് ഹഷാന ആയിരിക്കും യേശുക്രിസ്തുവിൻ്റെ ജനനവും. അല്ലെങ്കിൽ ഈ സമയത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഈ റോഷ് ഹഷാന ആയിരിക്കും എൻ്റെ ഈ റോഷ് ഹഷാനെ തന്നെ അവർ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്, അത് മൗണ്ട് ഒലിവിൽ വരുന്നത്. പിന്നെ 9 ദിവസം കഴിയുമ്പോൾ ഇതെന്തോ യോം കിപ്പൂർ, അവരുടെ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് 5-ാം ദിവസം ഇത് അവരുടെ സൂക്കോത്ത് എന്ന് പറഞ്ഞ് കൂടാരപ്പെരുന്നാൾ. അപ്പോൾ കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്നെന്നും എറ്റേണിറ്റി ആയിട്ട് ഇത് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഫെസ്റ്റിവൽ കലണ്ടർ. ബൈബിളിലെ ഇതിൻ്റെ ഏറ്റവും മേളിൽ ഹാനുക്ക ഉണ്ട്, അത് ക്രിസ്മസ് ടൈമിലാണ്. ഓക്കെ.